വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് ഞണ്ട് വച്ചിട്ട് ഞണ്ട് രസം ഉണ്ടാക്കാം. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് വന്ന് ഞണ്ട് ഇത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടാണ് കേട്ടോ. ഇന്നൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ ക്ലീൻ ചെയ്ത് തുടക ഇളക്കി നീറ്റായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിന് വന്നിട്ട് പച്ചമുളക് ചേർക്കണം. ഏതാണ് അപ്പം നമുക്ക് അതിന് വന്നിട്ട് വറ്റൽമുളക്, കരിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, തക്കാളി നമുക്ക് വെച്ചിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ വീത്തണം. എണ്ണ വീത്തി ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കടിച്ചെണ്ണതൊക്കെ കൊടുക്കാം. ചുമ്മാ എല്ലാം വാങ്ങി ഒരെണ്ണം ഒന്നും തിന്നേയില്ല കുടിക്കുകയില്ല ഇവിടെ. അപ്പം നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞണ്ട് രസം, ഞണ്ട് ഇത് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല, അങ്ങനത്തെ ഞണ്ടാണ്. കടു പൊട്ടണം. അതിനകത്തോട്ട് നമുക്ക് സവാള, വെളുത്തുള്ളി, നമ്മുടെ പച്ചമുളക്, ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക്, കരിവേപ്പില ഇതൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് വഴണ്ട് വരട്ടെ. നല്ലൊന്ന് മൂക്കട്ടെ. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടതിൻ്റെ അടുത്തോട്ട് നമുക്ക് തക്കാളി, നല്ല വഴണ്ട് വന്നപ്പോൾ നമുക്ക് ഞണ്ടിൽ പിടിച്ചെടുത്തോണ്ട് വരാം. കുറേ ചീട്ടടിക്കാനേ പറ്റുള്ളൂ. ഇത് മൊത്തം അപ്പം ഇങ്ങനെ ഒത്തിട്ടിടിച്ചെടുക്കാം. നമ്മുടെ ഞണ്ട് ഇവിടെ ഇടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇതും നല്ല വഴണ്ട്. അതിനകത്തോട്ട് കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. നമ്മൾ സാധാ രസത്തിന് കുറച്ചേ ഇടുള്ളൂ ജീരകം, പക്ഷെ ഇതിന് ജീരകം വന്നിട്ട് കുറച്ച് ജീരകം വേണം. പിന്നെ പുളി വന്നിട്ട് വീത്തണം, പക്ഷെ ഒരുപാട് വേണ്ട, കുറച്ച് മതി. അത് പുളിപ്പായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇത് തിളക്കുന്ന സമയത്ത് നമുക്ക് ഞണ്ട് അരിച്ചെടുത്ത് വരാം. അപ്പം നമ്മുടെ ഞണ്ട് രസം ഞണ്ടിനെ അരിച്ച് വീട്ടി കണ്ട ഞണ്ട് ഇടിച്ചിട്ട് അരിച്ച് വീട്ടിയതാണ് വേണ്ട. അപ്പം
നമ്മുടെ ഞണ്ട് രസം റെഡി. ഇത് നല്ല തിളക്കരുത്, ഒരു പൊടി പറയുമ്പോഴത്തേക്കും കിടക്കണം. അതേപോലെ നമ്മുടെ ഞണ്ട് അതും റെഡി. വാங்க சாப்பிடலாம். ஏ பாய்.